ധാരാളമായിട്ട് PHS കാർഡുകൾ അഥവാ മുൻഗണന പിങ്ക് കാർഡുകൾ, ഇന്ത്യോദയ കാർഡ്, മഞ്ഞ കാർഡുകൾ, അതുപോലെ തന്നെ അനർഹമായിട്ട് ഉപയോഗിക്കുന്ന നീല കാർഡുകൾ, സ്റ്റേറ്റ് സബ്സിഡി എന്ന് പറയുന്നത് ധാരാളം സ്റ്റേറ്റ് സബ്സിഡി കാർഡുകൾ ആളുകൾ അനർഹമായിട്ട് കൈവശം വയ്ക്കുന്നുണ്ട്. പലർക്കൊരു ധാരണയുണ്ട് നീല കാർഡുകൾ കൈവശം വെച്ചാൽ പ്രശ്നമില്ല എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയല്ല. 2 തരത്തിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട്, അതായത് ഏക്കർ സ്ഥലം, അതുപോലെ തന്നെ 1000 സ്ക്വയർ ഫീറ്റ് വീട് അല്ലെങ്കിൽ കാറ്, ഇങ്ങനെയുള്ള സൗകര്യങ്ങളും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സംസ്ഥാനത്ത് വീണ്ടും റേഷൻ കാർഡുകളുടെ കർശന പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ കാർഡ് ഉടമകളും വീഡിയോ മുഴുവനായും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള ഇൻട്രോ ഇത് പഴയതാണ്, നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അതറിയാൻ വേണ്ടിയിട്ടാണ് അത് വീണ്ടും ഇതിൽ ഉൾപ്പെടുത്തിയത്. റേഷൻ കാർഡുകൾ പരിശോധിക്കാൻ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ ഏത് നിമിഷവും നിങ്ങളുടെ വീടുകളിൽ എത്തിയേക്കാം. അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകളെ കുറിച്ചുള്ള പരാതികൾ അന്വേഷിക്കുന്നതിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തി വരികയാണ്. ആരെങ്കിലും അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചതിനെ കുറിച്ചുള്ള പരാതി അറിയിച്ചാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തെ വീടുകളിൽ മുഴുവനും പരിശോധന നടത്തുന്ന രീതിയാണ് തുടരുന്നത്. അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന റേഷൻ കാർഡുകൾ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ സപ്ലൈ ഓഫീസർമാർ നടത്തിയ പരിശോധനയിൽ 30 മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുത്തു. 18 NPS നീല റേഷൻ കാർഡുകളും ഇതോടൊപ്പം പിടിച്ചെടുത്തിട്ടുണ്ട്. 2,47,383 രൂപ മുമ്പ് വാങ്ങിയ ഭക്ഷ്യധാന്യത്തിന് പിഴയായി ഈടാക്കുകയും ചെയ്തു. അർഹതയുള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡിനു വേണ്ടി ഓൺലൈൻ അപേക്ഷ 4 മാസം മുമ്പ് ക്ഷണിക്കുകയും കഴിഞ്ഞ മാസം 50,000 മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. 65,000-ഓളം ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിന് അർഹരാണ് എന്ന് കണ്ടെത്തിയെങ്കിലും ഒഴിവുകൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ 1,00,000 പേർക്ക് മാത്രമാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതി ലഭിക്കുന്ന സമയത്തെല്ലാം മുൻഗണനാ റേഷൻ കാർഡുകളിലെ ഒഴിവുകൾക്ക് വേണ്ടി അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന സംസ്ഥാനത്തിന്റെ വിവിധ താലൂക്കുകളിൽ ഇനിയും ഉണ്ടാകും. ഇതുപോലെ നിങ്ങളുടെ റേഷൻ കാർഡും പിടിച്ചെടുക്കുകയും ഇതുവരെ വാങ്ങിയ റേഷൻ വിഹിതങ്ങളുടെ തുക പിഴയായി ഈടാക്കുകയും ചെയ്യും. ഇരുനില വീട്, വലിയ വീടുകൾ, സ്വന്തമായി കാറുകളുള്ള വീടുകൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടങ്ങളിൽ പരിശോധന നടത്തുന്നത്. ഒരു സ്ഥലത്ത് പരിശോധന നടത്തുമ്പോൾ ആ പ്രദേശത്ത് പൂർണ്ണമായും പരിശോധിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. സംസ്ഥാനത്ത് AAY, BPL, NPS, NPNS, NPI എന്നിങ്ങനെ 5 വിഭാഗം റേഷൻ കാർഡുകളാണുള്ളത്. ഇതിൽ AAY മഞ്ഞ റേഷൻ കാർഡും PHS പിങ്ക് റേഷൻ കാർഡുമാണ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. എന്നാൽ NPS നീല റേഷൻ കാർഡുകളും സർക്കാർ സബ്സിഡിയോട് കൂടി അരി ലഭിക്കുന്ന ഒരു മുൻഗണനാ വിഭാഗം തന്നെയാണ്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് അരിയും ഗോതമ്പും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. കുറഞ്ഞ വിലക്ക് ആട്ടയും ഈ കാർഡുള്ളവർക്ക് ലഭിക്കുന്നു. അതേസമയം നീല റേഷൻ കാർഡുള്ളവർക്ക് ഓരോ വ്യക്തിക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. ഈ 3 കാർഡുകൾ കൈവശം വെക്കുന്നതിനും അർഹത മാനദണ്ഡങ്ങളുണ്ട്. ഇതുകൂടാതെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട കാർഡുള്ളവർക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്ന് ചികിത്സാ സഹായവും മറ്റ് സർക്കാരിന്റെ ആനുകൂല്യങ്ങളും ലഭിക്കാൻ മുൻഗണന ലഭിക്കുന്നു. എന്നാൽ ഈ കാർഡുകൾ കൈവശം വെക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അത് നമ്മൾ പലതവണ പറഞ്ഞതാണ്. 1000 ചതുരശ്ര അടിക്ക് മുകളിൽ വീടുള്ളവർ, 1 ഏക്കറിലധികം സ്ഥലമുള്ളവർ, സ്വന്തമായി വീട്ടു ആവശ്യത്തിന് 4 ചക്ര വാഹനം ഉള്ള ആളുകൾ, മാസവരുമാനം 25,000 രൂപയിൽ കൂടുതലുള്ളവർ, സർക്കാർ അർദ്ധ സർക്കാർ ശമ്പളമോ പെൻഷനോ ലഭിക്കുന്ന ആളുകൾ, ഇങ്ങനെ ആരെങ്കിലും ഈ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡിന് ഇവർക്ക് അർഹതയില്ല. നേരത്തെ പറഞ്ഞ സർക്കാർ ശമ്പളമോ പെൻഷനോ ഉൾപ്പെടാത്ത മറ്റ് കാര്യങ്ങളിൽ ഏതെങ്കിലും 2 ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലും അല്ലെങ്കിൽ സർക്കാർ ജോലിയോ പെൻഷനോ ഉണ്ട് എങ്കിലോ നീല റേഷൻ കാർഡിനും അർഹതയില്ല. ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ പെൻഷനോ ശമ്പളമോ അല്ലാത്ത മറ്റ് മാനദണ്ഡങ്ങൾ 1 മാത്രമാണ് എങ്കിൽ നീല റേഷൻ കാർഡിന് അർഹതയുണ്ട്. നിലവിൽ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്ര സർക്കാർ ആ സംസ്ഥാനത്തിന്റെ ജനസംഖ്യ അനുസരിച്ച് മുൻഗണന റേഷൻ കാർഡുകൾ വീതിച്ച് നൽകിയിട്ടുണ്ട്. ഇതിനനുസരിച്ച് മാത്രമേ മുൻഗണന റേഷൻ കാർഡുകൾ നൽകാൻ കഴിയൂ. അർഹരായ
വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിച്ചാലും പെട്ടെന്ന് ഇത് ലഭിക്കാത്തതിന് കാരണം ഇതാണ്. നിലവിലുള്ള മുൻഗണനാ റേഷൻ കാർഡിൽ ഒഴിവ് വന്നാൽ മാത്രമേ അത്തരം അപേക്ഷകൾ ക്ഷണിക്കാനും ആളുകളെ ഉൾപ്പെടുത്താനും കഴിയുകയുള്ളൂ. അതിനുവേണ്ടി സംസ്ഥാനത്ത് സർക്കാർ മുൻഗണനാ റേഷൻ കാർഡുകൾ സ്വമേധയാ തിരിച്ചേൽപ്പിക്കുന്നതിന് സമയം നൽകിയിരുന്നു. അന്ന് തിരിച്ചേൽപ്പിക്കാത്ത ആളുകളുടെ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുന്ന നടപടി പിന്നീട് തുടങ്ങി. ഇതിനുവേണ്ടി ഓപ്പറേഷൻ യെല്ലോ ആരംഭിച്ചു. 91 88 52 73 0 അല്ലെങ്കിൽ 1967 എന്ന ടോൾ ഫ്രീ നമ്പറിലും അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച് അറിയിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ അറിയിക്കാം. ഇങ്ങനെ അറിയിപ്പ് നൽകുന്ന ആളുകളുടെ വിവരങ്ങൾ സർക്കാർ രഹസ്യമാക്കി വെക്കും. നിയമസഭയിൽ ഭക്ഷ്യമന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ആ പരാതി താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ആ വീടുകളിലെത്തി പരിശോധന നടത്തും. ഒരു വീട്ടിലേക്ക് പരിശോധനയ്ക്ക് വരുമ്പോൾ ആ പ്രദേശത്തെ മുഴുവൻ വീടുകളും പരിശോധിക്കുന്ന രീതിയാണ് ഉള്ളത്. ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ നോക്കുന്നത്. ഇരുനില വീടുകൾ ഉള്ളവർ, അല്ലെങ്കിൽ വലിയ വീടാണ് എന്ന് തോന്നിക്കുന്ന വീടുകൾ ഉള്ളവർ, അല്ലെങ്കിൽ വീട്ടിൽ വാഹനങ്ങൾ ഉള്ളവർ, ഇത്തരം വീടുകളിലെ റേഷൻ കാർഡ് നിർബന്ധമായും പരിശോധിക്കും. ഇങ്ങനെയുള്ള പരിശോധനയാണ് കൊണ്ടോട്ടി താലൂക്കിൽ കഴിഞ്ഞ ദിവസം നടന്നത്. വരും ദിവസങ്ങളിലും ഇതേ താലൂക്കിൽ പരിശോധന നടത്തുമെന്ന് കൊണ്ടോട്ടി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നതാണ്. ഇപ്പോൾ നടക്കുന്ന റേഷൻ മസ്റ്ററിംഗ് കഴിയുമ്പോഴും പല ആളുകളും മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്താകും. അതായത് വിദേശ ജോലിയുള്ള ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല. ഇവരെ NRK രേഖപ്പെടുത്തണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. NRK രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മുൻഗണനാ റേഷൻ കാർഡിൽ നിന്ന് പുറത്താവുന്നതാണ്. ഇത് സംബന്ധിച്ച് നമ്മൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ച ഓഡിയോ നിങ്ങളെ കേൾപ്പിച്ചതാണ്. തികച്ചും നിർദ്ധരായ ഒരു കുടുംബം ആദ്യമായി ഒരു റേഷൻ കാർഡ് എടുക്കുമ്പോൾ അത് വാടക വീട്ടിലാണ് എങ്കിൽ പോലും വെള്ള റേഷൻ കാർഡുകളാണ് ലഭിക്കുക. പിന്നീട് അവർ അപേക്ഷ നൽകി മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറണം. അതിന് അപേക്ഷിക്കാൻ പ്രത്യേക അപേക്ഷ സർക്കാർ ക്ഷണിക്കണം. അപേക്ഷ ക്ഷണിക്കണമെങ്കിൽ ഇത്തരത്തിൽ ഒഴിവ് വേണം. നിലവിൽ 6 മാസങ്ങൾക്ക് മുമ്പ് അപേക്ഷ ക്ഷണിച്ചിരുന്നു. നവകേരള സദസ്സിൽ വന്ന അപേക്ഷയുടെയും അടിസ്ഥാനത്തിൽ 1,00,000-ഓളം ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുകയുണ്ടായി. റേഷൻ മസ്റ്ററിംഗ് കഴിഞ്ഞാൽ ഇനിയും അപേക്ഷ ക്ഷണിക്കുമെന്ന് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കഴിഞ്ഞ ആഴ്ച ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാകാം ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും അംഗത്തിന് ഗുരുതര രോഗം ഉണ്ട് എങ്കിലും ആ റേഷൻ കാർഡ് മുൻഗണനാ പട്ടികയ്ക്ക് ഉൾപ്പെടാൻ യോഗ്യരാണ് എങ്കിലും അവർക്ക് ഓഫ്ലൈനായി എല്ലാ മാസവും 1-ാം തീയതി മുതൽ 19-ാം തീയതി വരെ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ബൈ.